ലേവ്യ പുസ്തകം അധ്യായം 23. ദൈവത്തിൻ്റെ നിശ്ചിത ഉത്സവങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ധ്യാനം ലേവ്യ പുസ്തകം അധ്യായം 23 ആധാരമാക്കിയാണ്. ഈ അധ്യായത്തിൽ ദൈവം തൻ്റെ ജനങ്ങൾക്ക് ഉത്സവങ്ങൾ നിശ്ചയിക്കുന്നു. ദൈവത്തെ ഓർക്കാനും ആരാധിക്കാനും ഉള്ള പ്രത്യേക സമയങ്ങൾ. ആദ്യം ശബത്ത് ദിനം. 6 ദിവസങ്ങൾ ജോലി ചെയ്ത് 7-ാം ദിവസം വിശ്രമിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം. ശേഷം പല പ്രധാന ഉത്സവങ്ങൾ. പെസഹ അല്ലെങ്കിൽ പാസോവർ, ദൈവത്തിൻ്റെ രക്ഷയെ ഓർക്കാൻ വേണ്ടി. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രതീകം. ആദ്യ ഫലങ്ങളുടെ ഉത്സവം, ദൈവത്തിന് നന്ദി പറയാൻ. പിന്നീട് പെന്തക്കോസ്ത്, വാരങ്ങളുടെ ഉത്സവം, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ. കാഹളമുഴക്കത്തിൻ്റെ ദിവസം, ദൈവത്തിൻ്റെ വിളി. പ്രായശ്ചിത്ത ദിനം, പാപപരിഹാരത്തിനുള്ള സമയം. കൂടാരങ്ങളുടെ ഉത്സവം, ദൈവത്തിൻ്റെ സംരക്ഷണം ഓർക്കാൻ. ഇതിൻ്റെ ആത്മീയ സന്ദേശം, ദൈവം നമ്മെ അവനോടൊപ്പം സമയം ചെലവഴിക്കുവാൻ വിളിക്കുന്നു. ആരാധനയും നന്ദിയും ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഈ ഉത്സവങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് ദൈവം ചെയ്ത മഹത്തായ കാര്യങ്ങൾ മറക്കരുത്. ഇന്ന് നമുക്കും ദൈവത്തോടൊപ്പം സമയം വേണം. പ്രാർത്ഥനയിൽ, വചനത്തിൽ, ആരാധനയിൽ ദൈവത്തോടുള്ള ബന്ധം സ്ഥിരമാക്കണം. പ്രിയരെ, ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ദൈവത്തിന് പ്രത്യേക സ്ഥാനം നൽകുക. ആരാധന ഒരു കടമയല്ല, അത് ഒരു അനുഭവമാണ്. ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, ഞാൻ ദൈവത്തിന് സമയം മാറ്റിവെക്കുന്നുണ്ടോ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ അവിടുത്തെ സന്നിധിയിൽ നിലനിർത്തണമേ. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.